ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമതായി, ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അവഗണിക്കാനായിട്ടുള്ള 5 പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ റീസൺസും, രണ്ടാമതായിട്ട് ആ വ്യക്തി തന്നെ ഇനി മുതൽ നിങ്ങളുടെ പിന്നാലെ വരാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന 5 കാര്യങ്ങളുമാണ്. ഒരു വ്യക്തി നിങ്ങളെ അവഗണിക്കാൻ ഉണ്ടായ 5 പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാമത്തേത് നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിലുണ്ടായ തെറ്റിദ്ധാരണ, രണ്ടാമത്തേത് നിങ്ങളോട് അവർക്ക് തോന്നിയ ദേഷ്യം, മൂന്നാമത്തേത് നിങ്ങൾ അവരെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചത്, നാലാമത്തേത് നിങ്ങൾ അവരെ വേദനിപ്പിച്ചപ്പോൾ അവർക്ക് മനസ്സിൽ ഉണ്ടായ വിഷമം അല്ലെങ്കിൽ ദേഷ്യം, അഞ്ചാമത്തേത് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് തോന്നിയ നിരാശ. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ അവഗണിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നും നിങ്ങൾ തമ്മിൽ മുൻപത്തേതിനേക്കാൾ വളരെ ശക്തമായ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുമെന്നും വളരെ ശക്തമായ ഒരു വിശ്വാസം, 100% ബിലീഫാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് അഫർമേഷൻസ് ആണ്. ഇവിടെ നിങ്ങളെ ഈ 2 അഫർമേഷൻസ് വളരെയധികം സഹായിക്കും. അഫർമേഷൻ 1: ഞാൻ വിശ്വസിക്കുന്നു അവർ എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ വളരെ ശക്തവും സന്തോഷകരവുമായ ഒരു റിലേഷൻഷിപ്പിലാണ്. നോ കോണ്ടാക്ട് റൂൾ. മൂന്നാമത്തെ സ്റ്റെപ്പ്: നിങ്ങൾ ഈ അഫർമേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും അവരെ വിളിക്കാനോ മെസ്സേജുകൾ അയക്കാനോ കാണാനോ പാടില്ല. എന്തുകൊണ്ട് നോ കോണ്ടാക്ട് റൂൾ? നിങ്ങളിപ്പോൾ അഫർമേഷൻസ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ വിശ്വാസം 100% 100% വെച്ചിരിക്കുകയാണ് അല്ലേ? അതിനിടയിൽ ഒരു ദിവസം നിങ്ങൾ അവർക്ക് ഒരു മെസ്സേജ് അയച്ചു എന്ന് തന്നെ കരുതുക. അവർ നിങ്ങൾക്ക് മറുപടി ഒന്നും തന്നില്ല. അതിൻ്റെ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഒരു മെസ്സേജ് കൂടി അവർക്ക് അയച്ചെന്ന് കരുതുക. ആ മെസ്സേജിനും അവർ നിങ്ങൾക്ക് മറുപടി തന്നില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വീണ്ടും നേർപകുതിയായി, അതായത് 25% കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾ ഓരോ തവണ ചെയ്യുമ്പോഴും നിങ്ങളുടെ വിശ്വാസം കുറഞ്ഞു വരികയും നിങ്ങളുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ കടന്നു വരികയും അങ്ങനെ നിങ്ങളുടെ വൈബ്രേഷൻ അല്ലെങ്കിൽ എനർജി ലെവൽ കുറയുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത്. ഹോപ്പോണോപ്പോണോ ഒരു ഹവായിയൻ ഫോർഗീവ്നെസ് പ്രയർ ആണ്. അത് 4 സ്റ്റെപ്പിലാണ് ചെയ്യേണ്ടത്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഊർജം വർദ്ധിക്കുകയും അത് അവരുടെ മനസ്സിലേക്ക് എത്തുകയും ചെയ്യുന്നു. സെൽഫ് ലവ്, പോസിറ്റീവ് സെൽഫ് ടോക്ക്. അഫർമേഷൻസും പോസിറ്റീവ് സെൽഫ് ടോക്കും ചെയ്യുമ്പോൾ നമ്മൾക്ക് തന്നെ നമ്മളെക്കുറിച്ച് ഒരു ഗുഡ് ഫീലിംഗ് ഉണ്ടാവുകയും നമ്മളുടെ ഉള്ളിലെ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുകയുമാണ് ചെയ്യുന്നത്. ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്. ഐ ആം ലവ്, ഞാൻ സ്നേഹമാണ്. ഇങ്ങനെയുള്ള ചെറിയ പോസിറ്റീവായ വാചകങ്ങൾ നിങ്ങൾക്ക് സെൽഫ് ലവ് അഫർമേഷൻസ് ആയിട്ട് ഉപയോഗിക്കാം. സെൽഫ് ലവിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മെഡിറ്റേഷൻ ആൻഡ് പ്രയർ, ധ്യാനവും പ്രാർത്ഥന. ദിവസവും 5, 10, 15, 20, 30 മിനിറ്റ് നിങ്ങളുടെ സൗകര്യം പോലെ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ മനസ്സ് ശാന്തവും സ്വസ്ഥവുമാകാനും നിങ്ങളുടെ ഫോക്കസ് വർദ്ധിക്കാനും നിങ്ങളുടെ മനസ്സിലെ അനാവശ്യ ചിന്തകൾ ഒഴിവാക്കാനും ഈശ്വരനുമായും പ്രപഞ്ചശക്തിയുമായും ഒരു നല്ല ബന്ധമുണ്ടാവാനും നിങ്ങളെ തീർച്ചയായും സഹായിക്കും. മുൻകൂട്ടി നന്ദി പറയുക. നിങ്ങൾ തമ്മിലുള്ള സുദൃഢവും സന്തോഷകരവുമായ സ്നേഹബന്ധത്തിന് പ്രപഞ്ചശക്തിയോട് മുൻകൂറായിട്ട് നന്ദി പറയുക. ഞങ്ങൾ തമ്മിലുള്ള വളരെ സന്തോഷപൂർണവും സുദൃഢവുമായ സ്നേഹബന്ധത്തിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. നന്ദി നന്ദി നന്ദി. ഇങ്ങനെ നിങ്ങൾക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡ് വാചകം എഴുതാവുന്നതാണ്. വിഷ്വലൈസേഷൻ. നിങ്ങൾ ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ ചിലവഴിച്ചിട്ടുള്ള സന്ദർഭങ്ങളെക്കുറിച്ച് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ സന്തോഷം മനസ്സിൽ ആസ്വദിച്ചുകൊണ്ട് ദൃശ്യവൽക്കരണം ചെയ്യുക. സാവധാനത്തിൽ കണ്ണുകൾ അടയ്ക്കുക.
ഇപ്പോൾ നിങ്ങളുടെ കണ്ണിന് മുന്നിലായി നിങ്ങൾക്ക് അഭിമുഖമായി അവർ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുക. അവരുടെ മുഖം ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അവരുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുക. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവർ നിങ്ങളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആ പുഞ്ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തും ഒരു ചെറിയ പുഞ്ചിരി വിടരുന്നതായി നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾ അവരെ നോക്കി പുഞ്ചിരിക്കുക. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ സാവധാനത്തിൽ അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക. നിങ്ങളിപ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ മനസ്സിൻ്റെ ജാലകങ്ങളായ കണ്ണുകളിലൂടെ നിങ്ങൾക്കിപ്പോൾ അവരുടെ മനസ്സ് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ആ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം ആസ്വദിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ രണ്ടുപേരും പരസ്പരം നോക്കി കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കൂടി ആ പുഞ്ചിരിയോടുകൂടി അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ആ സ്നേഹവും സന്തോഷവും നിങ്ങളുടെ മനസ്സിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഇരുന്നു കൊണ്ട് മനസ്സിൽ ഇപ്രകാരം പറയുക: ഞങ്ങൾ തമ്മിലുള്ള വളരെ ശക്തവും വളരെ സന്തോഷപൂർണവുമായ സ്നേഹബന്ധത്തിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. നന്ദി, നന്ദി, നന്ദി. അങ്ങനെ പറഞ്ഞുകൊണ്ട് അല്പസമയം കൂടി പുഞ്ചിരിയോടുകൂടി ഇരിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സ് മുഴുവനും സ്നേഹവും സന്തോഷവും സമാധാനവും മാത്രമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അങ്ങനെ ആ സ്നേഹവും സന്തോഷവും സമാധാനവും ആസ്വദിച്ചുകൊണ്ട് അല്പസമയം കൂടി ഇരുന്ന ശേഷം സാവധാനത്തിൽ കണ്ണുകൾ തുറക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു ദിവസം ചെയ്യാറുള്ള ജോലികൾ എന്തൊക്കെയാണോ ആ ജോലികൾ ചെയ്തുകൊണ്ട് സാധാരണ പോലെ ഇരിക്കുക. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.